നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ അപ്പമായ ദൈവമേ, തിരുവചനം ഇന്ന് ഞങ്ങൾക്കപ്പമായി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ വർഷവും 4-ാം കൺവെൻഷനിൽ വന്ന് സംബന്ധിപ്പാൻ ദൈവം കൃപ ചെയ്തതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. പത്രക്കാരെന്നോട് ചോദിക്കും, തിരുമേനിയുടെ ചെറുപ്പത്തിലെ 4-ാം കൺവെൻഷനെ പറ്റിയുള്ള അനുഭവം പറയണം. അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ പറയാമായിരുന്നു, അനുഭവം എന്നോ പറയാൻ. എന്നാൽ അതുകൊണ്ട് ഞാൻ ഇന്നലെ ആലോചിച്ചൊരു അനുഭവം കണ്ടുപിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്ത് വെച്ചാൽ പത്രക്കാരൻ എന്നോട് ചോദിക്കരുത്. 4-ാം കൺവെൻഷൻ ഒരു വർഷം ഗോർ സാഹിബ് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനായ സാഹിബ്, ആംഗലേയ സഭയിലെ സാഹിബ് ഇവിടെ പ്രസംഗിക്കാൻ വന്നു. അദ്ദേഹം പ്രസംഗിച്ചു ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിൽ ചില വാക്കുകളൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ എനിക്കങ്ങ് സന്തോഷമായിപ്പോയി. പറഞ്ഞത് മനസ്സിലായില്ലേലും കേട്ടത് സന്തോഷമായി. യോഗം കഴിഞ്ഞ ഉടനെ ഞാൻ സാഹിബിൻ്റെ ഓടിയെത്തി. സാഹിബും എബ്രഹാം മാർത്തോമ്മ തിരുമേനിയും കൂടെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക. ഞാൻ ഓടി അവിടെ നിന്ന് സാഹിബ് ഞാൻ ഓടിയത് കണ്ട് എന്നെ അങ്ങ് അടിക്കലോട്ട് പിടിച്ചൊക്കെ നിർത്തി. അപ്പോൾ എബ്രഹാം മാർത്തോമ്മ പറഞ്ഞു, ഇത് ഇന്ന് നിനക്ക് തർജ്ജമ ചെയ്ത അച്ഛൻ്റെ മകനാണ്. അത് എനിക്ക് എല്ലാം മനസ്സിലായില്ല, എങ്കിലും സണ്ണെന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്കറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പൻ്റെ മകനാ ഞാനെന്ന് എബ്രഹാം മാർത്തോമ്മ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് സാഹിബ് എന്നോട് ഒരു ഇംഗ്ലീഷൂടെ പറയണമെന്ന് വിചാരിച്ചു. എന്നെ ആലോചിച്ചപ്പോൾ പ്രസംഗം വെരി ഗുഡ് എന്ന് പറയണമെന്ന് നിശ്ചയിച്ചു. അന്നേരം മനസ്സിലായ പ്രസംഗത്തിൻ്റെ ഇംഗ്ലീഷ് അറിയാൻ പറ്റും, വെരി ഗുഡ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സാഹിബിനോട് പറഞ്ഞു വെരി ഗുഡ്. സാഹിബിന് മനസ്സിലായില്ല, പ്രസംഗമാണോ നല്ലത്, സാഹിബാണോ നല്ലത്, മാരാമണ്ണാണോ നല്ലത് എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മാരാമൺ വെരി ഗുഡ് അതായിരിക്കാം. നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തെ അടിസ്ഥാനമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കാം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എൻ്റെ ഒരു സ്നേഹിതനെ സന്ദർശിക്കാൻ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുമുഖനായ ഒരു സന്യാസി അവിടേക്ക് കയറി വന്നു. അപ്പോൾ എൻ്റെ സ്നേഹിതൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്തിനാണ് വന്നത്? അവൻ പറഞ്ഞു, അങ്ങയുടെ മറുപടി അതറിയാമെന്ന് വന്നു. എൻ്റെ സ്നേഹിതൻ കുപിതനായി. അദ്ദേഹം ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? നീ ആരാണ്? ഞാനാണോ പറഞ്ഞു തരുന്നത്? നിൻ്റെ ആവശ്യം ഞാനാണോ പറഞ്ഞു തരുന്നത്? നീ ഒരു കള്ള സന്യാസിയാണ്, ഇവിടെ നിൽക്കേണ്ട, പോകണമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ അനുവാദമില്ലാതെ ഇവിടെ നിൽക്കാൻ പാടില്ല, ഞാൻ പോകുകയാണ്. എന്നാൽ പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഞാൻ ചോദിച്ച ആ 3 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്കറിയാമോ? എൻ്റെ സ്നേഹിതൻ 5 നിമിഷം
മിണ്ടാതെ നിന്ന് മുൻപോട്ട് ചെന്ന് സ്വാമിയുടെ മുൻപിൽ വീണിട്ട് പറഞ്ഞു, സ്വാമി അറിവ് കേട്ടുണ്ട്, പറഞ്ഞു പോയി, ക്ഷമിക്കും, വന്നാട്ടെ ഇരുന്നാട്ടെ. എന്താണ് ചോദിച്ചത്? നിങ്ങളാര്, നിങ്ങളുടെ ആവശ്യമെന്ന്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ആവശ്യം എന്താണെന്നറിയാം. പിന്നെ ലോകം നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്താ? അല്ലെങ്കിൽ ഈ മാരാമൺ കൺവെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടത്? ഇത് ഉത്തരം പറയാമെങ്കിൽ ആ ഉത്തരം മനസ്സിൽ കണ്ടിട്ട് പിന്നെ ഉറങ്ങിക്കൂ, ഞാൻ നിർത്തുന്നത് വരെ. സ്വാമി ഞങ്ങളെല്ലാം കൂടി ധാരാളമായി സംസാരിച്ചു. അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. പോകാൻ നേരത്തെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, സ്വാമി ഇത് ഞങ്ങളുടെ തിരുമേനിയാണ്, ഇദ്ദേഹത്തെ എനിക്ക് വലിയ സ്നേഹമാണ്, ഇദ്ദേഹം അങ്ങനെ എന്നെ സ്നേഹമുണ്ടെന്നൊക്കെ നടിക്കുന്നയാളുമാണ്. എന്നാൽ സ്വാമിയെ കണ്ടത് വലിയ സന്തോഷം. എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങളിൽ പല ആളുകളും ഈ മാരാമൺ കൺവെൻഷൻ വന്നതിൻ്റെ രജത ജൂബിലി ഈ ആണ്ടിൽ ആഘോഷിക്കുക. എന്നാൽ ഇതുവരെയും വല്ല ഗുണമുണ്ടായോ? അതോ എന്നെ പോലെ ഉള്ളൂ? എന്തു വേണം? മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെട്ടു. ദൈവം മനുഷ്യൻ നല്ല പ്രവൃത്തി. അതായത് നിങ്ങളെ കാണുന്നവർ ദൈവത്തെ കാണും. നന്മ എന്തെന്ന് തിരിച്ചറിയണം. നടക്കണമെങ്കിൽ അതിനെന്ത് വേണം? നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇന്ന് ലോകത്തിൻ്റെ ഇരുട്ടിലായിരിക്കുന്ന ലോകത്തെ പ്രകാശത്തിലേക്ക് നയിക്കത്തക്കവണ്ണം ഈ കൺവെൻഷൻ ഉള്ള ആളുകൾക്ക് സാധിക്കുമോ? ഇവിടെ ഇന്ന് പ്രസംഗിക്കുന്ന ആളിനെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ലോകം ദിനം പ്രതി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവിന് മഹത്വമാണോ സങ്കടകരമായ വേദനയാണോ ഇന്ന് ലോകം പ്രദാനം ചെയ്യുന്നത്? ഈ മാരാമൺ കൺവെൻഷൻ എന്താണ് അതിൻ്റെ ഫലം? ഞങ്ങൾ ചെറുപ്പമായിരുന്ന കാലത്ത് ഈ കാണുന്ന പുല്ലെല്ലാം മണ്ണാൽ. വെള്ളത്തിനിവിടെ യാതൊരു പ്രയാസവുമില്ല. ഇന്ന് ഇവിടെ പുല്ലല്ലാതെ മണ്ണില്ല. ഇതെന്തുകൊണ്ട്? ദൈവം സൃഷ്ടിച്ച മനോഹരമായ ലോകം ഇന്ന് അത് മനോഹരമായിട്ടിരിക്കുന്നു. അത് എൻ്റെ നേരെ മുൻപിൽ 3-4 മുൾച്ചെടിയുണ്ട്. ഇതുവരെ ആയിട്ടും പുല്ലേ ഉള്ളായിരുന്നു. ഇപ്പോൾ കൺവെൻഷൻ തുടങ്ങിയപ്പോൾ മുൾച്ചെടിയായി മാറി.
എന്തൊരു ലോകം! ദൈവത്തിന് മഹത്വമാണോ? ദൈവത്തിന് സന്തോഷമാണോ ഈ മാരാമൺ കൺവെൻഷൻ? നിങ്ങൾ പല ആളുകളും വിശുദ്ധ കുർബാന കൈക്കൊണ്ടിട്ടുള്ളവരാണ്. അവിടെ അച്ഛനെല്ലാം കഴിയുമ്പോൾ പറയും, നിങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും തിരുരക്തവും നിങ്ങൾക്ക് പ്രതിപകരത്തിനും ശിക്ഷാവിധിക്കുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കും. അച്ഛൻ പറയുന്നത്, അച്ഛൻ നമ്മൾ സഭ പറഞ്ഞ കാര്യം ചൊല്ലിപ്പടിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ അച്ഛൻ്റെ സ്വന്തമൊന്നുമല്ല. സഭ പറഞ്ഞതാണ്. ജീവനും രക്ഷയ്ക്കുമായിട്ടില്ലെങ്കിൽ നാശത്തിന്. ഈ മാരാമൺ കൺവെൻഷന് ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ യോഗത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ രക്ഷയുടെ അവകാശത്തിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷയിലേക്ക് പോകും. ഇന്ന് നമുക്ക് കാണാം, ശിക്ഷകൾ വർദ്ധിക്കുന്നു. ശിക്ഷ ഏതെല്ലാം വിധത്തിലാണ് നടക്കുന്നത്. തൂക്കി കൊല്ലുന്നു, തൂക്കാതെ കൊല്ലുന്നു, അങ്ങനെയൊക്കെ എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. അതിനാണോ ഈ യോഗം? അതോ ഇന്നത്തെ കേരളത്തെ, ഇന്നത്തെ ഭൂലോകത്തെ പുതിയ ചില അനുഭവങ്ങളിലേക്ക് നയിക്കുന്നതിനാണോ ഈ ലോകം? ഇവിടെ പറയുന്നത് മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നല്ലതെന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടോ? കർത്താവായ യേശു ക്രിസ്തു അല്ല, പൗലോസ് അപ്പോസ്തലൻ, പത്രോസ് അപ്പോസ്തലൻ, ഞാൻ 3-4 പേര് പറഞ്ഞു, അതിലൂടെ പറഞ്ഞത് ഭാഗമൊക്കെ ഉണ്ട്, മറ്റേതൊക്കെ തിരുത്തി പറഞ്ഞു. പത്രോസ് അപ്പോസ്തലൻ ഒരു പ്രാവശ്യം എവിടെയൊക്കെ പോയി പ്രസംഗിച്ച് ക്ഷീണിച്ചു. അങ്ങനെ ആദ്യകാലത്തെ ഉപദേശന്മാരും അച്ഛന്മാരും വളരെ ക്ഷീണിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നു. ഇപ്പം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഓരോരുത്തരും അവരോരുത്തരെ പറ്റി പറഞ്ഞോളൂ. മറ്റവരങ്ങനെ ആയിരുന്നെന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. വന്നപ്പോൾ ക്ഷീണം, ഭക്ഷണം ശരിയായിട്ടില്ല. ഇപ്പോഴത്തെ പോലൊക്കെ പണ്ടേ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ആര് വന്നാൽ ഏത് സമയത്തും കൊടുക്കുന്ന ക്രമീകരണമൊന്നുമില്ല. അതുകൊണ്ട് ക്ഷീണിച്ച അപ്പോസ്തലൻ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല. ഭക്തി കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് വെച്ച് വിശപ്പോട് കൊണ്ട് ക്ഷീണിച്ച് ഉറക്കം വരുന്ന ആൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ എന്നോ കാണും? ഉറക്കത്തിൽ നമ്മൾ കാണുന്നതിൻ്റെ പേരെന്നെ ഉറക്കത്തിൽ ദൈവത്തെ കണ്ട ചില ആളുകളുണ്ട്. നമ്മൾക്കൊന്നും പറ്റി അത് സാധിക്കില്ല. ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും. വിശക്കുന്നവൻ സ്വപ്നം കാണുന്നത് എന്തുവാ? ഭക്ഷണം. ഒരു തുപ്പറ്റി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതൊന്നാറേ ഭക്ഷണം. എല്ലാം ബുദ്ധിത. അല്ലാതെ ഇപ്പോഴത്തെ പോലെ 1 മാസം മുമ്പ് കൊന്ന കോഴിയൊന്നുമല്ല. അന്ന് രാവിലെ അന്നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയതാണ്. കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഭക്ഷിച്ചോളാൻ പറഞ്ഞു. ആവശ്യത്തിന് കിടപ്പുണ്ട്. അപ്പോൾ പത്രോസ് പറഞ്ഞു, അത് വേണ്ട. ശരി, ഇതിൻ്റെ അകത്ത് ദൈവം വിലക്കിയതായിട്ടുള്ള മൃഗങ്ങളുണ്ട്. വിശപ്പൊക്കെ ശരിയാണ്, ദൈവം വിലക്കിയതിനെ തിന്നെ എൻ്റെ വിശപ്പ് തീരുക.
എൻ്റെ വിശപ്പ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ചു വേണം തീരാൻ. ദൈവം പറഞ്ഞു നീ തിന്നു. ദൈവമാണോ പത്രോസാണോ നല്ലത്? നമ്മൾ പറഞ്ഞല്ലോ നല്ല പ്രവൃത്തിയെ കാണും. പത്രോസ് പറഞ്ഞു ഏത് വിശപ്പ് വന്നാലും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ഒരു വിശത്തും പരിഹരിക്കണം. കർത്താവ് പറഞ്ഞ ഏത് കൽപ്പന കിടന്നാലും നിനക്ക് വിശമ്പോ കിട്ടുന്നതും കഴിച്ചോളാം. ഇതിലേതാ നല്ലത്? പത്രോസിന് ഒരു ദൈവശാസ്ത്ര സംബന്ധമായ വിഷമമുണ്ടായി. അതായത് നിയമം കൊണ്ട് ദൈവം വിശുദ്ധനാകുകയാണോ, നാം വിശുദ്ധരാകുകയാണോ, അതോ ദൈവത്തെ കൊണ്ട് വിശുദ്ധരാക്കുക? നല്ലത് എന്ന് പറയുന്നത് എന്ത്? നിയമം അനുസരിക്കുന്ന. നല്ലതായതുകൊണ്ട് ഒരു കാര്യം നല്ലതായതുകൊണ്ട് ദൈവം ചെയ്യുന്നു, ദൈവം ചെയ്യുന്നത് കൊണ്ട് അത് നല്ലതാകുന്നു. എന്തു പറയാം? നല്ലതായതുകൊണ്ട് ദൈവം ചെയ്യുന്നെങ്കിൽ നല്ലത് എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ ഉന്നതമാണ്. അത് അനുസരിച്ച് ദൈവം ജീവിച്ചോ? അതോ ദൈവം ചെയ്യുന്നത്, ദൈവം മുഴുവനും നന്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ദൈവത്തിന് നന്മയല്ലാതെ ഒന്നും ചെയ്യാനോ? ഇതൊരു വലിയ ദർശനം. വിശന്നിരുന്നവന് ചോറും കാര്യവും കാണിച്ച് അന്നേരവും സുവിശേഷ പ്രസംഗമാണ് ദൈവം ചെയ്തത്. നമ്മളൊക്കെ കുറെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. അതോ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കൈകളിൽ ഇത് അശുദ്ധമാണെന്ന് പറഞ്ഞതാരാ? ദൈവമാണ്. ആ ദൈവമാണ് ഇപ്പോൾ പറയുന്നത് ഇത് ശുദ്ധമാണ്. നമ്മുടെ ഈ രാജ്യത്തെ കാർ ഇടത്ത് വശത്തൂടെ ഓടിക്കണം. ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ചിലരുടെ രാജ്യത്തെ വലത്ത് വശത്തൂടെ ഓടിക്കണം. ഇതിലേതാ നല്ലത്? ആ രാജ്യത്തെ രാജാവിൻ്റെ കൽപ്പനയാണ് ഇവിടെ ഇടത്തൂടെ ഓടിക്കണം, അവിടെ വലത്തൂടെ ഓടിക്കണം. അതുകൊണ്ട് ഈ നമ്മുടെ ഭൂലോകത്തിൻ്റെ രാജാവായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നന്മ എന്ന് പറഞ്ഞ് ഒന്നില്ല. നന്മ ദൈവം മാത്രം, ദൈവം നന്മ മാത്രം. ആ ദൈവത്തിൻ്റെ കൈകളിൽ നാം ആകുമ്പോൾ, ആ ദൈവത്തോട് നാം ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നാം നല്ലവരായിട്ടു. അതുകൊണ്ട് മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുന്നത് കണ്ട് നിങ്ങളിൽ ദൈവത്തെ അവർ കാണും. നമ്മൾ അതിന് സാധിക്കണേ. ഇന്ന് ദൈവം ലോകത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആ പ്രവർത്തനത്തിൽ ദൈവത്തോടുകൂടെ നാം പങ്കാളികളാണ്. മനുഷ്യർ ഈ വലിയ പ്രവൃത്തി കാണും. ഇന്ന് തമ്മിൽ ചതിക്കുകയും വഞ്ചിക്കുകയും കൊല്ലുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്ന ലോകത്തിൽ
മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി, താമസിപ്പിച്ച വീടില്ലാത്തവന് വീടിനു വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യത്തിൽ പങ്കാളികളാകുന്നവർക്കാണ് മനുഷ്യർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പത്രക്കാർ റിപ്പോർട്ട് ചെയ്ത് പറയും, ഇന്ന് 2000-ത്തിലധികം ആളുകളുണ്ടായിരുന്നു. ആളുകൾ എന്നാ പറയുന്നത്, മനുഷ്യരെന്നവർ പറയില്ല, അവരും ദൈവശാസ്ത്രം പഠിച്ചോല. 2000-ത്തിലധികം ആളുകൾ, അതല്ല മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യ സ്വരൂപത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ആ സ്വരൂപം മനുഷ്യനാകുന്നത്. മനുഷ്യൻ വളരെ വിലപ്പെട്ട ഒരാളാണ്. ഇന്ന് മനുഷ്യരെയാ കിട്ടാത്തത്. ഇവിടെ ഈ പ്ലാറ്റ്ഫോമേ ഇരിക്കുന്നവരും അതിൻ്റെ പുറകെ ഇരിക്കുന്നവരും മനുഷ്യരാണോ അല്ലയോ നിങ്ങൾക്ക് പറയാൻ അറിയാൻ വയ്യ. അവർക്ക് അറിയാമോ എന്നും എനിക്ക് സംശയമുണ്ട്. എനിക്ക് ശരിക്കറിയാൻ വയ്യാന്ന് എനിക്കറിയാം. നമ്മുടെ ആവശ്യം ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മനുഷ്യർ ലോകത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെപ്പറ്റി പ്രസംഗിക്കാനും ഇല്ലാത്ത അർത്ഥമുള്ളെന്ന് വേദപുസ്തകത്തിൽ നിന്ന് തെളിയിക്കാൻ കഴിവും ശക്തിയുമുള്ള അനേകരുണ്ട്. ദൈവ ഇഷ്ടം ചെയ്യുന്നവരെത്ര പേര്. നമുക്കിന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്താ? നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് നീ വന്ന് പ്രവേശിച്ച് ജീവിച്ച് പ്രാണനെ ഞങ്ങൾക്കായി ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ലോകത്തിൻ്റെ അധിപതിയായി ഞങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദൈവമേ, നീ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന കാര്യം ഈ ലോകത്തിൽ ചെയ്യുവാൻ എനിക്കും ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ എന്ന് പരമാർത്ഥ ഹൃദയത്തോടുകൂടെ നാം പാച്ചാൽ എന്തവാ സംഭവിക്കാൻ പോകുന്നു? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയം ഗ്രഹിച്ചിട്ടില്ല. വളരെ ലളിതമായ ഒരു മരുന്ന്. ഈ 12 രാജാവിൻ്റെ പത്നി ശോക്കേടായി കിടന്നു. ഒരു വൈദ്യൻ വന്ന്, അങ്ങനെ നല്ല സമർത്ഥനാണ്, അങ്ങനെ ഒരു ഗുളിക കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പുലിപ്പാലിൽ കലക്കി കുടിക്കണമെന്ന് പറഞ്ഞു. അത് വായിച്ചപ്പോൾ ഞാനും വിചാരിച്ചു, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ആയുർവേദ വൈദ്യനാണ്. 5-6 ഗുളിക വാങ്ങിച്ചേച്ച് സിംഹത്തിൻ്റെ പാലിൽ കുടിച്ച് കലക്കി കുടിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ആയുസ്സിൽ അത് കലക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ മരുന്ന് കഴിക്കാഞ്ഞതുകൊണ്ട് മരിച്ചു. കഴിക്കാൻ ശ്രമിക്കുന്നവനും മരിക്കും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നിന്നെ നശിപ്പിക്കുന്നതായിട്ടുള്ള ദൈവമല്ല, നിന്നെ രക്ഷിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കാൾ. ഈ മാരാമൺ കൺവെൻഷൻ നടത്തുന്നതിൻ്റെ ഫലമായി ഈ ദേശത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി നിർവഹിക്കുന്നതിന് സാധിച്ചെങ്കിൽ ചെയ്യാം. ഈ പുറകിലിരിക്കുന്ന നമ്മുടെ ട്രഷററുണ്ട്, അദ്ദേഹം എൻ്റെ അവിടെ പലപ്പോഴും വരും. എൻ്റെ ഒരു സ്നേഹിതനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം അത് അല്ലെന്ന് പറഞ്ഞിട്ടില്ല, എന്നാലാണോ അല്ലയോ എന്നുള്ളത് ദൈവം തമ്പുരാൻ അറിയാം. അദ്ദേഹം തിരുമേനി ഇവിടെ പ്രസംഗിക്കുമ്പോൾ സംഘത്തിന് വലിയ കടമുണ്ട് എന്നൊന്ന് പ്രസംഗിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞതെല്ലാം കൂടെ പ്രസംഗിക്കാനാണ് പിന്നെ എന്നെ വിളിക്കുന്നത്. എന്നാൽ
ഞാൻ അദ്ദേഹത്തോട് അന്നേരം ഒരു കഥ പറഞ്ഞു. കഥയായിട്ടൊരു സംഭവം. ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ എബ്രഹാം മാർത്തോമാ തിരുമി ഇതിനൊക്കെ നിൽക്കുന്നയാളായി. അദ്ദേഹം സുവിശേഷ സംഘത്തിൻ്റെ കടത്തെപ്പറ്റി വളരെ വേദനയോടുകൂടി അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്ത് ഇനിയും ഒരു 10,000-15,000 രൂപ കടവുണ്ട്. അന്നൊക്കെ ഈ 15,000 രൂപ എന്ന് പറഞ്ഞാൽ 15,000 രൂപ വളരെ സങ്കടത്തോടൊക്കെ പറഞ്ഞു. അപ്പോൾ പാണ്ടനാട്ട് ചാക്കോ എന്ന് പറഞ്ഞ് എന്നെപ്പോലെ സ്വല്പം നോർമലല്ലാതെ സംസാരിക്കുന്നു ഒരുത്തനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അതെല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു, ഞാൻ വീട്ടിക്കോളാമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യണം, ഈ കമ്മട്ടിക്കാർക്കെല്ലാം ഒരു മമ്മട്ടി വാങ്ങിച്ചു കൊടുത്ത് അവരെ അങ്ങ് വിടണം. പിറ്റേ വർഷം തിരുമേനി പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു, പേരില്ലാതെ ഒരാൾ ആ കടം മുഴുവൻ വീട്ടിൽ തന്നു. അപ്പം ചാക്കോ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞല്ലോ ഞാൻ വീട്ടിൽ കൊള്ളാമെന്ന്. പിന്നെ എനിക്ക് എൻ്റെ പേര് ആളുകൾ അറിയണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പേര് വെച്ചില്ലെന്നേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ അത് പറഞ്ഞത് കഴിഞ്ഞപ്പോൾ സംഘത്തിൻ്റെ സുവിശേഷ വിലക്ക് അവർ പറഞ്ഞു, ഇനി മുതൽ ഞങ്ങൾക്ക് കടം വേണ്ട. ആണ്ടിൻ്റെ അവസാനമാകുമ്പോൾ എത്ര മാസത്തെ ശമ്പളം തന്നു, അതുകൊണ്ട് ആണ്ടിലെ മുഴുവൻ തന്നു എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞാൻ ശമ്പളം തരാണ്ട് പറഞ്ഞു. അവരാ തീരുമാനം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സുവിശേഷ സംഘത്തിൻ്റെ ഒരു ഉപദേശിയായി നിയോഗിക്കപ്പെട്ടു. അവരെ ഈ കാര്യം ചെയ്തത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ച് മാസം തോറും ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ച. അപ്പോൾ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്കങ്ങനെ തരാം ചെയ്യാം. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്കും അങ്ങനെയായിരുന്നു. പറഞ്ഞു, സഭയ്ക്കൊരാവശ്യം വന്നപ്പോൾ എൻ്റെ ശമ്പളത്തേക്കാൾ കൂടുതൽ എൻ്റെ സഭയുടെ ആവശ്യം എന്ന് പറഞ്ഞ സുവിശേഷകരുടെ പിൻഗാമിയാണ് ഞാൻ. ഞാൻ സംഘത്തിൻ്റെ പ്രവർത്തകനല്ല, ശമ്പളം വാങ്ങിക്കുന്ന ലിസ്റ്റിലുള്ളവനായിരുന്നു. അത് എല്ലാ കാലത്തും അങ്ങനായിരുന്നു, എന്നെ പോലായിരുന്നു മറ്റൊരു. ഞാൻ പറഞ്ഞത് ധൈര്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് ജനങ്ങൾ തരുന്നത് മതി. ഞാൻ ആ ഇതിൽ ആണ് അങ്കോലയിൽ പോയത്. ഒരു ദിവസം പട്ടിണി കിടന്നിട്ട്, പിന്നെ അതിഭക്ഷണം കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം ഭക്ഷണം കഴിക്കരുത്, അന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരച്ഛൻ പറഞ്ഞു, സിഹോറായിലോ 14 മറ്റോ അവർ പട്ടിണിയൊക്കെ കിടക്കേണ്ടി വന്നു എന്ന്. ഉടനെ വേറൊരു അച്ഛൻ പറഞ്ഞു, അത് ദൈവത്തിന് എല്ലാവരും അറിയാം. നമ്മുടെ ഈ ഉമ്മനച്ഛൻ, അന്ന് ഞാൻ അച്ഛനല്ല, ഞാനൊരു ലേമാൻ, പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം പട്ടിണി കിടക്കാതെ പിറ്റേ ദിവസം എനിക്ക് പോരും. അതുകൊണ്ട് മറ്റവരെ എത്ര പട്ടിണി ഉണ്ടെങ്കിലും അവിടെ നിൽക്കും. അതുകൊണ്ട് അവർക്ക് പട്ടിണി അനുവദിച്ചു, ഇങ്ങേർക്ക് അനുവദിച്ചില്ലെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാനിപ്പോഴിത് പറഞ്ഞത്, നിങ്ങൾ നമ്മുടെ സുവിശേഷകർ ആര്? ശമ്പളമല്ല, സുവിശേഷത്തിൻ്റെ അടിമകൾ. ഞാൻ പറഞ്ഞത് നല്ല പ്രവൃത്തി. അത് ഞാൻ പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തിക്കാണ് നല്ല പ്രവൃത്തി എന്ന് പറയും. നമുക്കറിയാമോ, ഇങ്ങനെ അനേകര് പട്ടിണി കിടക്കുമ്പോൾ, അനേകർക്ക് വീടില്ലാതിരിക്കുമ്പോൾ നന്മ എന്താണ്? നമ്മൾ ആവശ്യമില്ലാതെ ഒരെണ്ണം കൂടെ വീടിൻ്റെ മുകളിലോട്ട് കെട്ടിക്കയറ്റുക. അതാണോ നന്മ? അതാണോ നല്ല പ്രവൃത്തി?
നമ്മുടെ സഹോദരൻ്റെ ആവശ്യം മനസ്സിലാക്കി എൻ്റെ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കണം. ഈ നല്ല ശമരിയാക്കാരൻ്റെ കഥയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അച്ഛന്മാരെ കുറ്റം പറയുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ അധികം ജനങ്ങൾക്കും അറിയാവുന്നത് ആ ഭാഗം. എന്താണ് ചെയ്തത്? അവിടെ അച്ഛൻ വന്ന് കണ്ടു. നിങ്ങളധികം പേരും അച്ഛന്മാരായിട്ടില്ല, ഞാൻ അച്ഛനായിരുന്നതാണ്, ഇപ്പോഴുമാണ്. അതുകൊണ്ട് എനിക്കറിയാം അച്ഛന്മാരെങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ അദ്ദേഹം വന്ന് കണ്ടു. അയ്യോതാണ്ട് ഒരുത്തന്നെ വഴി തല്ലിയിട്ടൊക്കെ ഇട്ടിരിക്കുന്നു, എന്ത് കഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ്, നിങ്ങളുടെ സഹോദര സ്നേഹം വേണം, അന്യനെ ബഹുമാനിക്കണം, ആരെയും കഷ്ടപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞ എല്ലാവരും ഉറങ്ങിച്ചങ്ങ് എഴുന്നേറ്റ് പോയി. കേട്ടിട്ട് ഇപ്പം അനുഭവിക്കുക എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ അച്ഛൻ. അത് കഴിഞ്ഞപ്പം മണി 9:30 10 മണിക്ക് അവിടെ പ്രസംഗം തുടങ്ങും. മാരാമണ്ണ ഒരു പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയാൽ വിടാൻ നോക്കുമോ? ഇവനെ നോക്കിക്കൊണ്ട് നിന്നാൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ അതങ്ങനെ പോയതാ എന്നോട് പറയണമെന്ന് പറഞ്ഞാൽ ഈ ഉമ്മയും പോയി അച്ഛൻ വക വെച്ച് തരുമോ? അപ്പം ഞാൻ പറഞ്ഞു, എന്നാലേ വല്ലവരും വന്ന് എൻ്റെ കർത്താവെ എനിക്കങ്ങ് പ്രസംഗിക്കേണ്ടത് കൊണ്ടങ്ങ് പോകുന്നു, എന്നാൽ ആരെങ്കിലും അവനെ സഹായിക്കാൻ നീ അയക്കണമേ, ദൈവനാമത്തിൽ തന്നെ ആമേ എന്നൊരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു. അപ്പോൾ അല്ലാതെ അച്ഛന്മാരങ്ങനെയൊന്നും കുഴപ്പം കാണിക്കുന്നവരാണ്. അവിടെ ചെന്ന് അച്ഛൻ പള്ളിയിൽ പ്രസംഗിച്ചു. ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് ഇങ്ങനെ ഒരു കാര്യം കണ്ടു. അവനെ വിളിച്ചിരിക്കുന്നു. എന്ത് കഷ്ടമാണിത്! അവൻ യാത്ര പോകുന്നവന് അതിൻ്റെ വസ്ത്രമൊക്കെ എടുത്തേച്ച് കിട്ടാതെ അതിൽ നാണം കരുതല്ലേ. ആ വസ്ത്രത്തിന് ഒരു ഭാഗമില്ല, അവിടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ടേച്ച് പോകുന്നു. ഇത് വസ്ത്രം എല്ലാം അഴിച്ചെടുത്തേച്ച് അതിൻ്റെ എന്തോ ഒരു തെറ്റാണ്. ഇതാണ് സാമൂഹ്യ അനീതി. ഇതാണ് ദൈവത്തിൽ വിട്ടുപോയാലുള്ളത്. അതൊക്കെ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇനിയും കൂടുതലായിട്ട് പറയുന്നില്ല. അങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞു. അത് കഴിഞ്ഞേച്ച് അസിസ്റ്റൻ്റ് അച്ഛൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതിലെ വരുന്ന ആർക്കെങ്കിലും മനസ്സെളിവുണ്ടായി അവനെ എടുത്ത് പുഷ്പഗിരി ആശുപത്രിയിലാക്കണമേ, ദൈവമേ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അച്ഛൻ എന്നെ ചെയ്തു. നിങ്ങളും ഒന്നും ചെയ്തില്ല, അച്ഛനും ഒന്നും ചെയ്തില്ല. അച്ഛൻ പ്രാർത്ഥിച്ചു, ഈ വ്യവസ്ഥയ്ക്കെതിരായി പ്രസംഗിച്ചു. നിങ്ങളൊന്നും ചെയ്തില്ലെന്ന് പോയി. ഇതല്ല നന്മ. നമുക്ക് വേണ്ടിയത് അവൻ്റെ ആരോഗ്യം. മറ്റവൻ പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകാം, ഞാൻ മെഡിസിനൊന്നും അപ്ലൈ ചെയ്തതല്ല, എന്നെ കിട്ടിയതല്ല. അത് പഠിച്ചായിരുന്നു ഇപ്പം നിന്നെ ഞാൻ ചികിത്സിക്കായിരുന്നു. അത് പോട്ടെ. എടുത്തു അവനെ കൊണ്ടുപോയി. അവിടെ ചെന്നേച്ച് അയാളോട് പറഞ്ഞു, നീ ഇവനെ ചികിത്സിക്കണം. എനിക്ക് തോന്നിയ ഒരു നേഴ്സോ വല്ലതും ആയിരിക്കും, മെയിൽ നേഴ്സോ വല്ലതും ആയിരുന്നില്ല. നീ വേണ്ടത് ചെയ്യണം. എന്നുവെച്ചാൽ കുറച്ച് പണവും കൊടുത്തു, കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞേച്ച് അവൻ പറഞ്ഞു, കൂടുതൽ വല്ലതും ചിലവാകുകയാണെങ്കിൽ ഞാൻ എൻ്റെ മേലില്ലാസം തരാം, എൻ്റെ പേർക്ക് ഇവനെ ബുദ്ധിമുട്ടി. നന്മ അതാണ്, നല്ല പ്രവൃത്തി. അല്ലാതെ ഈ മാതാവണ്ണ് അനുവദിച്ച് 100 രൂപ സ്വത്താഴ്ച ഇട്ടുകൊണ്ട് കൂടുതൽ വല്ലതും ചിലവാകുകയാണെങ്കിൽ ഞാൻ തരാം. അങ്ങനെ പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഇവിടെ? ഉണ്ടോ? ഈ തുടങ്ങിയപ്പോഴത്തെ ചിരിയൊന്നും ഇപ്പം കാണുന്നില്ല. നമുക്ക് ചെയ്യേണ്ടത് അതാണ്. മനുഷ്യന്റെ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്നതായ ഈ പ്രവൃത്തികളിൽ നിന്ന് ലോകത്തെ മനുഷ്യനെ വിടുവിക്കുന്നതിന് കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഏറ്റിരിക്കും. ഇപ്പോൾ ഇവിടെ ഉണർന്നിരിക്കുന്നതിൽ പകുതി പേരങ്ങനെ പറയാമെങ്കിൽ
വരുന്ന ആണ്ട് വലിയ അനുഗ്രഹത്തിൻ്റെ വാക്കായിരിക്കും. നിങ്ങൾ എഴുന്നേൽക്കുകയും കൈപോക്കുകയൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളോട് തന്നെ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ പറയണം. അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്, അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തും. മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവം മഹത്വപ്പെടും. ദൈവത്തിൻ്റെ ജീവൻ്റെ ഉദ്ദേശം എന്ത്? മനുഷ്യൻ മഹത്വപ്പെടും. അല്ലേ? കർത്താവായ യേശു ക്രിസ്തു ആ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണം. യേശു ക്രിസ്തു പറഞ്ഞു, ഈ പാനപാത്രം നീക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പോയെന്ന് വിചാരിച്ച് നീക്കരുത്. നീ ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ എന്നെ ശക്തീകരിക്കണം. അതാണ് പ്രാർത്ഥന. നമ്മിലധികം ആളുകളും ദൈവത്തെ മാനസാന്തരപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. അതോ ദൈവം നമ്മെ മാനസാന്തരപ്പെടുത്തുന്നതിനാണോ പ്രാർത്ഥന എന്ന് പറയുന്നത്? നമ്മൾ ദൈവത്തോട് പറഞ്ഞു കൊടുക്കുക എന്താ ചെയ്യേണ്ടത്. അതൊക്കെ നല്ല ബുദ്ധിയായിട്ടൊക്കെ പറയും. ഇവന് ക്യാൻസറാണല്ലോ, അത് തുടങ്ങിയിട്ട് 3 മാസമായല്ലോ, 2 ആശുപത്രിയിൽ പോയതാണല്ലോ, അതിൻ്റെ ആ മെഡിക്കൽ റെക്കോർഡെല്ലാം നമ്മൾ ദൈവത്തിന് ഒന്നരം തന്നെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ സൗഖ്യം ചെയ്യണം, ഒരു ഓർഡർ. ചുരുക്കി പറഞ്ഞാൽ നീ വല്ലതും ചെയ്ത് ഞാൻ ചെയ്യുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ട്, നടപ്പില്ലെന്നേ പറഞ്ഞുള്ളൂ. അതല്ല പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതെ പോലെയാണ് അവൻ എഴുന്നേൽക്കുമ്പോഴെങ്കിൽ അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ദൈവം അവനെ രൂപാന്തരപ്പെടുത്തും. അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യൻ്റെ നന്മ, മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ നന്മ. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ പോലെയാകുമ്പോൾ ദൈവം മഹത്വപ്പെടും. നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വമോ ദുഃഖകരം? അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കാണും. എന്നിട്ട് പറയുന്നുണ്ട്, പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തും. എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു വലിയ വിഷമം ഇപ്പോഴുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളി വന്ന് അച്ഛൻ പറഞ്ഞു, നിന്റെ പാപങ്ങളൊക്കെ എത്ര കടും ചുവപ്പാണേലും അത് വെണ്മയാക്കും ദൈവം. നിന്റെ കഴിഞ്ഞ കാലങ്ങളെ ഒന്നും വകവെക്കാതെ പുതിയ കൊണ്ട് അനുഗ്രഹിക്കും. അത് കേട്ടപ്പോൾ എനിക്കങ്ങ് വിഷമമായിപ്പോയി. ഞാൻ ചോദിച്ചു, എന്നാ അതിൻ്റെ വിഷമം? അല്ല, അങ്ങനെ ആന്നെ ചിലപ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകുമല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കാൻ പോകണ്ട, നടക്കുകയെന്ന് എനിക്കറിയാം, നീ വിഷമിക്കേണ്ട. അതല്ല അച്ഛൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇപ്പം സ്വർഗത്തിൽ പോയാൽ എനിക്ക് എന്നാ കുഴപ്പം വരും? അല്ല എൻ്റെ തിരുമേനി, അവിടെ ചെന്ന് ദൈവമേ എനിക്ക് സ്തുതി അങ്ങനെ പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ നടക്കുന്നതിൽ നല്ല അവിടെ നരകത്തിൽ പോയി വലിയവരുമായിട്ട് ഒരു അടിയും പിടിയൊക്കെ നടക്കുന്നത്. ഇത് ഇരുന്നുകൊണ്ട് സ്തുതി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ദൈവത്തെ കെട്ടുപണി ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ദൈവത്തെ അവന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ സ്വർഗത്തിൽ പോകരുതെന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം മഹത്വപ്പെടുന്നതായ മനുഷ്യന്, ആ നഷ്ടപ്പെട്ട മനുഷ്യത്വം ലഭിപ്പാൻ യേശു ക്രിസ്തു സ്ഥാപിച്ച പ്രവർത്തനത്തിൻ്റെ സാക്ഷികളായി നാം ജീവിക്കാം.
സാധിക്കുമോ? നമ്മുടെ പ്രസംഗം കൊണ്ടല്ല മഹത്വപ്പെടുത്തേണ്ടത്, പ്രവൃത്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ പറഞ്ഞല്ലോ സുവിശേഷ സംഘത്തിൻ്റെ സുവിശേഷം, അവരെന്താ പറഞ്ഞത്? സംഘം ഇനി കടത്തിൽ വരണ്ട, ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലേ, സംഘം കടത്തിൽ വരരുത്. അവരെ സുവിശേഷം പ്രസംഗിച്ചു, അല്ല പ്രവർത്തിച്ചു, വചനം ജഡമായി തീർന്നു അവർ. ഇതിന് സാധിക്കണം. ഇത് 125 135 പറഞ്ഞ ഓരോ തുകകൾ പറയും. എന്ത് നടക്കണം? കഴിഞ്ഞ ആണ്ടത്തെ കൺവെൻഷൻ കൊണ്ട് ക്രിയാലുമായി ദൈവം മഹത്വപ്പെടുന്ന എന്നാ പ്രവൃത്തി മാർത്തോമാ സഭയിൽ നടന്നു? നിങ്ങൾ ദൈവം മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രവൃത്തികൾ രൂപാന്തരപ്പെടും. എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് മഹത്വമായിരിക്കും. നമ്മുടെ ഹല്ലേലൂയയും സ്തോത്രവും സ്തുതിയും ഒക്കെ ഈ പന്തലിൽ പോലും ഇന്നത്തെ വെള്ളപ്പൊക്കത്തിന് ഒലിച്ചങ്ങ് പോവുകയും ചെയ്യും. അതോ ഏത് വെള്ളം വന്നാലും പോകാത്തതുപോലെയുള്ള ദൈവികമായ ചില പ്രവർത്തനങ്ങളിലേക്ക് ഈ വർഷം നമുക്ക് പ്രവേശിക്കുന്നതിന് സാധിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. ഇത് സാധിക്കണമെങ്കിൽ നിങ്ങൾ ആരാണ്? ഒരു ചോദ്യം ചോദിച്ചാൽ, നിങ്ങൾ സുവിശേഷം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്, ജീവന്റെ അപ്പമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, രക്ഷയുടെ അവകാശികളാണ്. അങ്ങനെ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അങ്ങനെ ആയിത്തീരുകയാണെങ്കിൽ ദൈവം മഹത്വപ്പെടും, ഭൂമിയിൽ സമാധാനം ഉണ്ടാകും. ഈ കൺവെൻഷൻ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനല്ല, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങ് തന്നെ പോയിക്കോളും നിങ്ങൾ. എന്നാൽ ഭൂമി സ്വർഗമാക്കാൻ യേശു ക്രിസ്തു പറഞ്ഞ എന്തിനായി ലോകത്തിൽ വന്ന്? സ്വർഗം ഭൂമിയിലാണ്. നമ്മളെ ഭൂമിയെ സ്വർഗമാക്കുന്നവരോ സ്വർഗത്തെ ഭൂമിയാക്കുന്നവരോ? എനിക്ക് വളരെ വിനയമായി നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്, നിങ്ങളുടെ ഓരോ ഇടവകയിൽ നിങ്ങൾ ഭൂമി സ്വർഗമാക്കുവാൻ എന്ത് പ്രവർത്തനം കഴിഞ്ഞ വർഷം ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? ഒരു വലിയ കല്യാണ സദ്യക്ക് വെള്ളം വീഞ്ഞായി, വീഞ്ഞില്ലാതായി. എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അവിടെ നിന്നെ എല്ലാവരും ഇതറിഞ്ഞിട്ടും വീട്ടിൽ പോവുകയില്ല. അവരവിടെ നിന്നുകൊണ്ട് ഇവനൊരു പിശുക്കനാണ്, അങ്ങനെയാണ്, എൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നാൽ ഇതൊന്നും പറയാതെ അങ്ങ് വീട്ടിൽ പോകാതിന് അത്രയും പേര് കുറഞ്ഞൊരു കൊടുത്താൽ പോലെ. അത് പോവുകയില്ല. വെള്ളം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും, പിന്നെ ഉണ്ണാൻ. അതാണോ ചെയ്തത്? അമ്മ പറഞ്ഞു,
മകനെ ഇവരൊരു പ്രതിസന്ധി നമുക്ക് സഹായിക്കും. അന്നേരം മകനും ലോകത്തിൽ കുറഞ്ഞയാൾ ജീവിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ എന്തെങ്കിലും ഒന്നുമില്ല, നമ്മൾ ചോദിച്ചാലും കടവും തരില്ല. അമ്മമാർ എന്നോട് പറയാറ്, ആ മറ്റാ വല്ലവരോടും പറയും. നമ്മളൊക്കെ അങ്ങനെയാ പറയാം അല്ലേ. ഒരു പിരിവിന് വന്നാൽ പറയും, ഓ എൻ്റെ അച്ഛാ ഇപ്പം കൊച്ചൻ പഠിക്കുന്നില്ല, അവിടെ പുരടം വാങ്ങിച്ചതിൻ്റെ ബാക്കി കിടക്കുന്നു, അത് കിടക്കുന്നു. പറയുന്നത് കേട്ടാൽ നമ്മൾ പിരിച്ചു കിട്ടിയാൽ കുറച്ച് കൊടുക്കാമെന്ന് തോന്നിപ്പോകും. കൊടുക്കില്ല, എന്നാലും തോന്നിപ്പോകും. അങ്ങനെ പറയല്ലാതെ അവൻ്റെ മകളെ കെട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, അവൻ്റെ വീട് പണിയുന്ന കാര്യം ഞാൻ ഏറ്റു. ഇപ്പോൾ ഒരു വീട് പണിയണമെങ്കിൽ ഗവൺമെൻറ് വലിയൊരു തുക BPLകാർക്ക് കൊടുക്കും. ഞാൻ പറയുന്നത്, നമുക്ക് പറയാമോ, BPLകാരെ ഞങ്ങളുടെ ഇടവകയിലും ഇടവക അതിർത്തിയിലുമുള്ള BPLകാർക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്ന ചുമതല ഞങ്ങൾ. ഈ ആണ്ടത്തെ മാരാമൺ കൺവെൻഷൻ എന്ത്, ഇടവകയിലും ഇടവക അതിർത്തിയിലുമുള്ള എല്ലാ BPLകാർക്കും വീട് ഞങ്ങൾ വെച്ചു. ഗവൺമെൻറ് 2 ലക്ഷം രൂപ വരുത്തി. എല്ലാ ക്യാൻസർ രോഗികളെ, ഹാർട്ട് രോഗികളെ ഞങ്ങൾ ചികിത്സിക്കാനുള്ള ചെലവ് ഗവൺമെൻറ് വീണും കാരുണ്യ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ ആവശ്യമനുസരിച്ച്. വളരെ വലിയ ഈ നമുക്കൊക്കെ ധൈര്യമുണ്ടോ? ഗവൺമെൻറ് പറഞ്ഞു നിങ്ങളുടെ ക്യാൻസർ ഞങ്ങൾ സുഖപ്പെടുത്തും. കാരുണ്യ എന്ന് പറഞ്ഞ് ഇതുണ്ട്, എന്നാ ലോട്ടറി. അപ്പോൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞ ഓണത്തിന് ടിക്കറ്റ് എടുത്താൽ 5 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു. 5 കോടി. എണ്ണാൻ എനിക്കറിയാൻ വയ്യ, എനിക്ക് 7 കോടി വരെ, അല്ല 7 ലക്ഷം വരെ എണ്ണാനറിയും. അപ്പം ഇത് 5 കോടി. ഞാൻ എണ്ണാമല്ലോ, കോടി വരെ എണ്ണാമല്ലോ എന്ന് വിചാരിച്ച് 50 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുത്തു. എല്ലാം കോടിപ്പോയി. അതെ, ഞാനൊരു സ്നേഹിതനെ അവിടെ എടുത്തേച്ച് പറഞ്ഞു, എനിക്കിതെല്ലാം നോക്കാൻ അറിയാൻ വയ്യ, നീ എടുത്തോന്ന് പറഞ്ഞു. ഇപ്പം എന്താ സംശയം, അവന് 5 കോടി കിട്ടിയോ ഇല്ലയോ എനിക്കറിയാം. എന്നാൽ ഞാനിപ്പോൾ ക്രമമായിട്ട് അതെടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? അതിൻ്റെ അകത്ത് ഈ 5 കോടി കഴിഞ്ഞ് ബാക്കിയുള്ള പണമെല്ലാം ഈ രോഗികളെ സൗഖ്യമാക്കും. ഞാൻ 5 കോടി എടുത്തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ കിട്ടരുത് കിട്ടരുത് കിട്ടരുത്. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു അതെന്തിനാ പിന്നെ എടുത്ത്? ഞാൻ പറഞ്ഞു, കിട്ടുകയാണെങ്കിൽ എൻ്റെ അയൽവാസിയോ എൻ്റെ കൂടെ താമസിക്കുന്നവർ ആരെങ്കിലും ഒരാൾ എന്നെ അന്ന് രാത്രി കൊല്ലും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനിയും കുറച്ച് കിട്ടിയാൽ ഈ സുവിശേഷ സംഘത്തിൻ്റെ ട്രഷററുണ്ടല്ലോ, 7 കോടി ഞാൻ കൊടുത്താലും പിന്നെ തിരുമേനി കുറച്ച് കൊടുത്താലും പറ്റും. പുള്ളിക്ക് സ്നേഹം അങ്ങ് വർദ്ധിക്കും. നമുക്ക് അങ്ങനെ 7 കോടിയും മറ്റുമല്ല. ഞങ്ങൾ ദൈവം ഈ ലോകത്തെ രക്ഷിക്കും, എൻ്റെ ജീവൻ കൊടുക്കണമോ കൊടുക്കും. നമുക്ക് പറയാൻ സാധിക്കുമോ? നമുക്ക് ലോകം മുഴുവൻ കൂടെ നന്നാക്കണ്ട. എൻ്റെ ഇടവകയിലും എൻ്റെ ഇടവക അതിർത്തിയിലുമുള്ളവരെ നമുക്ക് കാലം നോക്കാം. ഈ വർഷം അങ്ങനെ നമ്മുടെ ചില ഇടവുകൾ ചെയ്യട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ അതായത് ഇങ്ങനെ ഉള്ള ഈ ദൈവപ്രകാശം നിങ്ങളിൽ കാണുമ്പോൾ
അവരും പ്രകാശിതരായി. ഇന്ന് ലോകത്തിൽ പ്രകാശമില്ലാത്തതിൻ്റെ കാര്യമില്ല. ലോകത്തെ പ്രകാശിപ്പിക്കുന്നതിന് ചുമതലപ്പെട്ടതായ സഭയിൽ വെളിച്ചമില്ല. കറണ്ട് പോയി ഇല്ലേ? എൻ്റെ വീട്ടിൽ ഈ കറണ്ട് പോയാൽ വേറെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ സഭ ഒരു യന്ത്രം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ പോകുമ്പോൾ ഞാൻ പറയും അത് സ്റ്റാർട്ട് ചെയ്യും. ഉടനെ എൻ്റെ കൂട്ടുകാർ വന്ന് പറയും, തിരുമേനി അത് സ്റ്റാർട്ട് ചെയ്യാൻ ഇത് വേണം, എന്നാ പെട്രോൾ, അതില്ല. അപ്പോൾ പിന്നെ കുറേ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് കറണ്ടിങ് വരും. പിന്നെ അതൊക്കെ വെക്കും. പിന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു പെട്രോളുണ്ട്, പക്ഷെ അത് ഓടുന്ന എണ്ണയിൽ. മനസ്സിലായില്ല? അതായത് എൻ്റെ വീട് പോലായി ഇപ്പം മാസം അവിടെ യന്ത്രങ്ങളും ആവശ്യമെല്ലാം ഉണ്ട്. പക്ഷേ എണ്ണയുള്ളപ്പോൾ പെട്രോളില്ല, പെട്രോളുള്ളപ്പോൾ എണ്ണയില്ല. എങ്ങനെ ആയാലും ആ കറണ്ട് തിരിച്ചു വരുന്ന വരെ ഒന്നും നടക്കത്തില്ല. അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ നമുക്ക് സഭ വാങ്ങിച്ചു തന്ന ജനറേറ്ററിൽ ഒഴിക്കാനുള്ള എണ്ണയും ഒഴിക്കാനുള്ള പെട്രോളും എപ്പോഴും ഉണ്ടായിരിക്കും. അതില്ലാത്ത ക്രിസോസ്റ്റം തിരുമേനി ഇവിടെ വന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് ആര് നന്നാകാനും. ഞാനത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാത്തവർക്ക് തിരുമേനിക്കില്ല, പിന്നെ നമുക്കെന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു ബുദ്ധി വെച്ച് തന്നേ ഉള്ളൂ. ഇത് എനിക്ക് പറയാനുള്ള സംഗതി. അങ്ങനെ സ്വർഗസ്ഥനായ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ മനുഷ്യർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നതിന് നിങ്ങളുടെ പ്രകാശം അവരുടെ മധ്യത്തിൽ ശോഭിക്കട്ടെ. സ്നേഹിതരെ, വിശ്വാസികളെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, മാർത്തോമാ സഭയോട് എനിക്കുള്ള കടപ്പാട് വിലയറ്റത്. എൻ്റെ പിതാവിൻ്റെ സഹോദരൻ അവരൊക്കെ സഭയിൽ അച്ഛന്മാരായി. ഞാൻ കോളേജിൽ പോകുമ്പോൾ എൻ്റെ പിതാവ് സുവിശേഷ സംഘത്തിൻ്റെ സഞ്ചാര സെക്രട്ടറിയാണ്. എന്നോട് പറഞ്ഞു, നീ പഠിക്കാൻ പോകുമ്പോൾ നിനക്ക് ഞാൻ അയച്ചു തരുന്ന പണം ഒരു വല്യമ്മ സുവിശേഷ വേലയ്ക്ക് തന്ന പണമാണ്. ആദ്യം നിന്നാണ് എനിക്ക് ശമ്പളം തരുന്നത്. ആ ശമ്പളത്തിൽ നിന്നാണ് ഞാൻ നിനക്ക് തരുന്നത്. നീ പഠിത്തം കഴിയുമ്പോൾ ആ വല്യമ്മ ദുഃഖിക്കാൻ ഇടവരുത്തരുത്. വല്യമ്മ ഏത് താല്പര്യത്തോടുകൂടെ കൊടുത്തു അത് നീ നിവർത്തിക്കും. ഞാനത് നിവർത്തിച്ചു എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. എന്നാൽ എൻ്റെ പിതാവിന് ദുഃഖമില്ലാതെ മരിക്കാൻ സാധിച്ചു. നമുക്ക് ഈ ചൊവ്വാഴ്ച ആയുസ്സിൽ മറക്കാൻ പാടില്ല ഒരു ദിവസമായി. മാരാമൺ കൺവെൻഷൻ എടുക്കുന്ന പല നല്ല സാമൂഹിക നേതൃത്വങ്ങളുണ്ട്. ഈ ആണ്ടിൽ നമ്മൾ പറയുന്നു, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് അവ ലഭിക്കാൻ തക്കവണ്ണം ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ സഭയും, ഞാനും എൻ്റെ രാജ്യവും ഒരുമിച്ച് പ്രവർത്തിക്കും. അങ്ങനെ ദൈവം മഹത്വപ്പെട്ട് നാം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഈ കൺവെൻഷൻ ദൈവം ആശീർവദിക്കട്ടെ.